ത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുമെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ മുഴുവൻ ഭരണസമിതിയുടെ ഭാഗമാവുക എന്നതാണ് ഭരണഘടന നമ്മളോട് പറയുന്നത്. നേരത്തെ അബ്ദുള്ളക്കുട്ടിയൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടെയും അനുബന്ധമായിട്ട് മാത്രമേ നമുക്കെല്ലാവർക്കും സംസാരിക്കാൻ കഴിയൂ. നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം, തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആരായാലും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു സങ്കല്പം ഗ്രാമസ്വരാജിനെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന വികസനം ഈ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന പാവപ്പെട്ടവന് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം നമ്മൾ കൊണ്ടുവന്നാൽ അത് അവന് ഉപകാരപ്രദമാകുന്നു എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അർത്ഥമുള്ളൂ എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഗ്രാമ സ്വരാജും ത്രിതല ഗ്രാമപഞ്ചായത്തും ഗ്രാമങ്ങളിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് തന്നെ തീരുമാനിക്കേണ്ടതുമൊക്കെ നമ്മുടെ രാജ്യം തീരുമാനിച്ചത്. മറ്റത് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവരുന്ന അവരവരുടെ ഓഫീസുകളിൽ നിന്ന് ഉണ്ടാക്കി വിടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടന്നിരുന്ന വികസന പ്രവർത്തനങ്ങളല്ല നമുക്ക് വേണ്ടത്. നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് ഒരു നാടിന് വേണ്ട പ്രവർത്തനം എന്താണോ, ആ നാടിന് പ്രാധാന്യമർഹിക്കുന്നത് എന്താണോ